ഇതാണ് നമ്മൾ താമസിച്ച വീട്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബീച്ച് പോലെ തോന്നും അല്ലേ? കുളിക്കണം എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ കുളിക്കാനൊന്നും പറ്റൂല. അങ്ങനെ നമ്മുടെ ബാഗ് എല്ലാ കാര്യങ്ങളും സെറ്റായി, എല്ലാം ഡിക്കിക്കകത്ത് കയറ്റി ഷോപ്പിന്റെ മുകളിൽ ബൈക്ക് കയറ്റി വെച്ചേക്കുന്ന കേട്ടോ. അവതാറുണ്ടല്ലോ അതിനകത്ത്, അവതാറിൽ പൂ വയ്ക്കുന്നത് പോലെ ഉണ്ട്. ഹായ്, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓ, അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാനഡയിലാണ്, ഒണ്ടാരിയോയിലാണ്. നമ്മളിന്നിപ്പോ അമ്മോ അപ്പോൾ നമ്മൾ ബ്ലൂ മൗണ്ടെയിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. നമ്മൾ ഇന്നലെ വന്നതാണ്, പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. ആക്ച്വലി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ദിവസത്തെ ട്രിപ്പാണ്. നമ്മളിന്നിപ്പോൾ ഒരു ട്രക്കിംഗ് ഒക്കെ പോകുന്നുണ്ട്, ടോബർമോറി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതെ വസാഗ ബീച്ച്, അതെ ഇതാ ബാക്കിൽ ഉള്ള വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മുടെ അരുണും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ എല്ലാവരുമായിട്ട് വന്ന ട്രിപ്പാണ്. നമ്മൾ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മൾ വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയും കൂടെ വിളിച്ചു കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ വസാഗ ബീച്ചിലേക്കൊന്ന് കുളിക്കണം എന്ന് വിചാരിച്ച് പോവുകയാണ്. ഞാൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ, മീനൊന്നും ഇറങ്ങുന്നില്ല. നല്ല തണുപ്പാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ടോബർമോറി, പിന്നെ കുറേ സംഭവങ്ങൾ, കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിവേ കൂടുതലായിട്ട് നമ്മൾ വന്നതേ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. വഴിയേ എല്ലാം പറഞ്ഞുതരാം. എനിവേ എന്തായാലും നമുക്ക് പൊളിക്കാം. ഇതാണ് നമ്മൾ താമസിച്ച വീട്. അടിപൊളി വീടാണ്. ഇന്നലെ നൈസ് ക്ലൈമറ്റ് ആയിരുന്നു. വൈകിട്ടും രാവിലെ ഇപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടാവും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അത്ര ചൂടല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ എനിവേ ചൂടെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. ഈ വെയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല വെളിച്ചം ഓടിക്കുമ്പോഴാണ് എല്ലാവരും വെളിയിറങ്ങുന്നത്. അപ്പോൾ എനിവേ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു സ്വപ്നം കണ്ടതുപോലെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നൈസ് വ്യൂ ആണ്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബീച്ച് പോലെ തോന്നും അല്ലേ? തിരയൊന്നുമില്ല. എങ്ങനെയുണ്ട്? വെള്ളം തണുപ്പുണ്ടോ? തണുപ്പുണ്ടോടാ? കിട്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ല് ഇറങ്ങിയ ഐസായി പോകും. കുളിക്കണം എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ കുളിക്കാനൊന്നും പറ്റൂല. കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐസായി പോവും. അത്രയ്ക്ക് തണുപ്പാണ്. എന്നാലും അവരങ്ങോട്ട് നടക്കുന്നു. എന്തിനാണ് എന്നുള്ളത് അറിയില്ല. നൈസ് വ്യൂ ആണ്. ഭയങ്കര സൈലന്റ് ആണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക, വരിക. ഇതൊക്കെ നമ്മുടെ അവിടെ പോലെ ഇങ്ങനെ മാനേജർ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാം സെൻട്രൽ ലോക്കാണ്. ലോക്ക് നമ്പർ പറഞ്ഞു തരും. ലോക്ക് നമ്പർ അടിക്കുക, അകത്ത് കയറുക. പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ലോക്കാവും. ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോഴത്തേക്ക് ലോക്കാവും. മത്സരമാണ്. മത്സരം നടക്കാൻ പോവാണ്. ഓട്ട മത്സരം. വസാഗ ബീച്ചിൽ നടക്കുന്ന ഓട്ട മത്സരം. ആദ്യം തന്നെ പരാജയം.
തോൽവി എല്ലാവർക്കും വേണ്ടി വിട്ടുകൊടുത്തു വരൻ. ഓടി മുഫാസ. അങ്ങനെ ഓട്ട മത്സരം, കിട്ടില്ല ഓട്ട മത്സരം ഒന്ന് കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് നിൽക്കുകയാണ്. ഉള്ളിലോട്ട് പോയിക്കഴിഞ്ഞാൽ നല്ല ആഴം ഉണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ ഉള്ളിലോട്ട് പോകാനുള്ള, എത്തിപ്പെടാനുള്ള തണുപ്പ് ഭയങ്കര തണുപ്പാണ്. അറമ്മതിക്കാണ്, ആറാടുകയാണ്. അങ്ങോട്ട് പോകുന്തോറും ആഴമുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ദൂരെയാണ്. അതെ, ഒന്നുകൂടെ ഒന്ന് ചാടി വരും. ഇപ്പൊ ചാടി വന്നതുപോലെ. അപ്പൊ അരുണേ, അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ ഇവിടെ എന്തോ ഒരു ചരിത്രം പറയാനുണ്ടെന്ന് വസാഗ ബീച്ചിനെ കുറിച്ചിട്ട്, ഒന്ന് പറയോ? ഐതിഹ്യം പറ പറ. മറന്നുപോയി. ഇന്നലെ ഓർമ്മയുണ്ട്. Bro, how do you feel? Wasaga Beach. It's too cold, bro. We can't swim. Yeah, very beautiful. Nice ആണ്. ഇവിടെ നടക്കാനൊക്കെ പറ്റും. സെറ്റല്ലേ? Oh, good man. Oh, very good. ഓടി. ഫോൺ ഐഫോൺ ആണല്ലോ. രണ്ടുപേരും കൂടെ ചേർന്ന് ആ പാവ പൈതലിന്റെ അങ്ങനെ ഒരു അടിപൊളി തണുത്ത കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചാടി കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഐസാണ് തണുപ്പ്. അപ്പോൾ വിൻ്ററിലൊക്കെ വന്നുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വെക്കാൻ പറ്റില്ല കാലം, ആ ഒരു അവസ്ഥയായിരിക്കും. എന്തായാലും ബ്ലൂ മൗണ്ടെയിൻ എന്ന സ്ഥലത്താണ് ഇത്. വാസാഗ ബീച്ച് അല്ലേ? വസാഗ ബീച്ച്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, അടിപൊളി സ്ഥലമാണ്. ജസ്റ്റ് ഇന്നലെ രാത്രി വന്ന് നമ്മൾ ബീച്ചിൽ വന്നു. പക്ഷേ ഫുൾ ഇരുട്ടായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് രാവിലെ ഒരു 5 മണി, ഒരു 6 മണി സമയത്തിന് വരണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എണീറ്റപ്പോൾ ലേറ്റായി. ഓഫ്കോഴ്സ് നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ റൂമിൽ പോയി ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. എങ്ങോട്ട്? ടോബർ മോറി. യെസ്, നിന്റെ അടുത്തല്ലേ? ഫിഷ് കിണറല്ല, ആർട്ടിഫിഷ്യലാണ്. സെറ്റല്ലേ? കുളിച്ചോ? ഇതാ ഇവിടെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇവിടെ നമ്പർ അടിച്ചാൽ മാത്രമേ തുറക്കത്തുള്ളൂ. ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റാണ്. ഇത് ബാൽക്കണിയാണ്. ഹാള്. Oh, you're making a video? Yeah. ഇത് നമ്മുടെ കിച്ചണാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പാകം ചെയ്തത്. സോഫ സെറ്റൊക്കെ ഉണ്ട്. ഇവിടെ കിടന്ന് വേണമെങ്കിലും ഉറങ്ങാം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുവഴി അകത്തേക്ക് കയറാനുള്ളത്. ഇത് റൂമാണ്. ഇതൊക്കെ അടിപൊളി പിക്കല്ലേ. നമ്മുടെ റൂമിന് താഴേക്ക്, നമ്മുടെ റൂം ഇങ്ങോട്ടാണ്.
ഇതാ എന്നെ കണ്ടത് ഒളിച്ചോടുകയാണ്. റൂം ഒന്ന് കാണിക്കട്ടെ. ഇതാണ് നമ്മൾ കിടന്ന റൂം. ഇവിടെ എന്താ ഭയങ്കര തണുപ്പാണല്ലോ അവിടെ. അല്ല ഇത് അരുണ് കിടന്ന റൂം. എണ്ണ ഒന്നും കൊണ്ടുവന്നല്ലോ. ഇവിടെ എടുത്തില്ല. അതായത് നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ 12 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇറക്കി വിടൂല. ലോക്കിംഗ് സിസ്റ്റം ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. ഓട്ടോമാറ്റിക്കായിട്ട് 12 മണിയാകുമ്പോൾ ലോക്കാവും. പിന്നെ അടുത്ത പേയ്മെന്റ് ആണ്. സെറ്റല്ലേ? അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാൻ പവറിന്റെ ഒരു വിഷയമില്ല. നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഒരാളെ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇറങ്ങി പോകുന്നതിന് ശേഷം വന്ന് ക്ലീൻ ചെയ്യുക, അടുത്ത പാർട്ടിക്ക് സെറ്റ് ചെയ്യുക. അത്രയുള്ളൂ. ഇത് ബേസ്മെന്റിന്റെ ഹാളാണ്. നമ്മളുടെ റൂമിന്റെ ഒക്കെ ഫ്രണ്ടിലുള്ള ഹാളാണ്. 2 കിച്ചണുണ്ട്. താഴെ ബേസ്മെന്റിലുണ്ട്, മേലെയുണ്ട്. ഇതുവഴിയാണ് നമ്മൾ ഇന്നലെ ഇവിടെയാണ് നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്തത്. വിറവൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇവിടെ എന്താ ഡാൻസും പാട്ടും ബാർബിക്യൂവും ഇന്നലെ പൊളിച്ചടിക്കുന്നത് രാത്രി. അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആയതാണോ? അങ്ങനെ നമ്മുടെ ബാഗ് എല്ലാ കാര്യങ്ങളും സെറ്റായി. എല്ലാം ഡിക്കിക്കകത്ത് കയറ്റി. Hi. Very good. So open the dicky. Full finish. Dicky is full. How come? അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. നേരെ ടോബർമോറി. ഏകദേശം 2-2.5 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ നേരെ തിരിക്കുവാണേ. അപ്പോൾ എല്ലാവരും വണ്ടി എടുത്തു. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി ഏകദേശം 150 കിലോമീറ്ററോളം ഉണ്ട് ടോബർമോറി. Okay, you first time in Tobermory? No, it's second time. Okay, that's one hill station or? It's not a hill station. You can go to island from there. Island. You can take ferry. Ferry, okay. Beach is full of blue color. Yeah, it's blue. അപ്പോൾ നമുക്ക് ടോബർമോറി പോയി അടിച്ച് പൊളിക്കാം എന്നൊന്നും പറയുന്നില്ല. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നടക്കാനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് കാണാം. എനിക്ക് അവിടെ പോയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. ഇനി എന്തായാലും നമ്മുടെ യാത്ര തിരിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഡ്രൈവർ അരുണാണ്. ഇത് കിളിയാണ്. Then Medium part. Anything else? medium Dark roast. Okay. Yeah, that's it. That's everything. Medium dark roast, how you like it? So black. It should be black. Yes. Anything else? No, nothing. That's it. You need to wait for the drinks? No, yeah, no. Thank you. That's all? Yeah, Yep. that's it. 7:55. Thank you. ഫുഡ് ഓർഡർ ചെയ്തതാണ്. Tomatoes coffee. എന്ത് സിമ്പിളായിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ കാറ് ഫ്രണ്ടിലിരിപ്പുണ്ട്. സ്കൂൾ ചായ് കോഫി Dark roast. ഡാർക്ക് റോസ്റ്റ് രണ്ടും ചായ തന്നെ. French vanilla. ഫ്രഞ്ച് വാനില. ഞാൻ കുറച്ച് മെഡിറ്റേഷനിലാണ്. കാര്യം ആ മെഡിറ്റേഷൻ അത് പോകുമെന്ന് കരുതിയിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൊന്മുടി റൂട്ടിൽ കൂടെയുള്ള ഒരു യാത്ര പോലെ സ്ഥലങ്ങൾ. നമ്മുടെ പല സ്ഥലങ്ങൾ കാണാം. അതെ, പല സ്ഥലങ്ങളും കാണുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് സ്ഥലങ്ങൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ്. കിളി ഇരിപ്പുണ്ട്. കിളിയെ കണ്ടോടാ.
ഷോപ്പിന്റെ മുകളിൽ ബൈക്ക് കയറ്റി വെച്ചേക്കുന്ന കേട്ടോ. I told you that bike will. റിസർവ് ചെയ്യാൻ പറഞ്ഞല്ലേ? This is wrong. വയ്യ അല്ലേ ഈ ബോയ്? പെട്ടെന്ന് ഈ വണ്ടി ഓടിച്ചേ പെട്ടെന്ന് പറ്റിപ്പോയത്. അപ്പോൾ ഇനിയിപ്പോൾ അത് റിസർവേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് നമ്മൾ പറഞ്ഞ ടോബർമുറി പോകാൻ പറ്റുള്ളൂ. അത് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്തോട്ട് പോകും. ഇതാ ഒരു ബോയ് നന്നായിട്ട് ഉറങ്ങുകയാണ്, മെഡിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് കണ്ടെത്തി നമ്മളിതിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ക്ലിഫിലൊക്കെ പോയി കഴിക്കില്ലേ, ആ ഒരു കോവളത്തൊക്കെ ഉള്ളതുപോലുള്ള ഷോപ്പുകളാണ് ശരിക്കും ഉള്ളത്, റെസ്റ്റോറൻറ്റുകൾ. നമ്മളൊരു ഇരിപ്പിടം സ്ഥാപിച്ചു. This restaurant is called Fish and Chips. Okay. What is your order? Crispy chicken tacos. 5. We ordered 5. It will be tasty. I will give you a review after eating. Yeah, sure. നമ്മള് അധികം ഒന്നും പറഞ്ഞിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും പോകുന്ന വഴിയിൽ നല്ല റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഒന്ന് അനക്കി വിടുന്ന പരിപാടിയേ ഉള്ളൂ അല്ലേ അരുണേ? Not at all good. There is no sauce, nothing. They just added lettuce, one chicken, that's it. Sure. Oh, what is it? Only chapati and ഇച്ചിരി ക്യാബേജും ചപ്പാത്തിയും ചിക്കനും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഫുഡ് കുഴപ്പമില്ല, കണ്ടല്ലോ, ചെറിയൊരു റോള്, ചെറിയൊരു വിശപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള കഴിപ്പ്, അത്രേ ഉള്ളൂ. ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചു. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ടീമിനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അവരെ കൂടെ നമ്മൾ എവിടെയാണോ വന്നത് അങ്ങോട്ട് പോകും. എന്താണ് സംഭവം? എന്താണ് അപ്പൊ ഇപ്പൊ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇനി ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ വേറെ എവിടെ ഹൈക്കിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. So is there any other place or? അപ്പൊ നമ്മൾ പെട്ട അവസ്ഥയിലാണ്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഇന്ന് ഓൾറെഡി നാളെയും കൂടെ അവധി ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. ഹൈക്കിങ്ങിന് കുറേ സ്പോട്ട്സ് ഉണ്ട്. അതെ, നമുക്കിവിടെ അത്രയുണ്ട്. അപ്പോൾ ഈ ഹൈക്കിംഗ് സ്പോട്ട്സ് ഇപ്പോൾ പണ്ടില്ലെന്നാണ് നമ്മുടെ പ്രസാദ് ബ്രോ പറഞ്ഞത്. ഇപ്പം നമ്മളത് റിസർവേഷൻ എടുത്തിട്ട് വരണം. കാരണം ഇന്ന് വീക്കെൻഡും കൂടെയാണ്, നല്ല തിരക്കുള്ള ദിവസമാണ്. ആക്ച്വലി നാളെ ഇവിടെ അവധിയാണ്, മൺഡേ ഇവിടെ ഹോളിഡേ ആണ്. നാളെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം ഫുള്ള്, അതായത് ഹൈക്കിങ്ങിൻ്റെ കുറേ ഏരിയാസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ഒരുവിധ സ്ഥലത്തെല്ലാം നമ്മൾ പോയപ്പോഴത്തേക്ക് എല്ലായിടത്തും ഓൾറെഡി എല്ലാം ബുക്ക്ഡാണ്. അതുമല്ല ആൾക്കാരെ കയറ്റി വിടുന്നില്ല. അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള റേയാൻ ഒരു സ്പോട്ട് ഉണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ഇത്രയും 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നത് വേസ്റ്റായി പോകും. അപ്പോൾ എനിവേ എന്തായാലും നോക്കാം, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അമ്മൂന് നല്ല ഉറക്കം വരുന്നു. നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. വണ്ടി ദൂരെ പാർക്കിംഗ് ആണ്. ഇവിടെ ആവശ്യം കോടിക്കണക്കിന് സ്ഥലങ്ങളുണ്ട്. പക്ഷെ പാർക്കിംഗ് കാര്യത്തിൽ നാടാണ് ബെറ്റർ. വീടോ കടയുടെ ഫ്രണ്ടിലോ ഫുട്പാത്തോ എവിടെ കിടക്കുന്നത്? പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയാൽ വീട്ടിൽ വരും മണി ഓർഡർ. ശംഖുമുഖത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യും അല്ല, എന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തിരക്ക് കൂടി വരികയാണ്. അതുമല്ല പാർക്കിംഗ് നമ്മൾ ഇടിച്ച് കുത്തി നേരിക്കെങ്കിലും പാർക്ക് ചെയ്യാറില്ലേ? അതെ, അതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ ഇവിടെ ഇടാൻ പറ്റില്ല, ഇല്ല, സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതെ, വണ്ടി പോകുമ്പോഴത്തേക്കും, അതായത് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈസൻസ് കയറി വീട്ടിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കാം. അങ്ങനെയാണ് അല്ലേ? രണ്ടുപേരും നല്ല താർത്ത് ഉറങ്ങുകയാണ് ബാക്കിൽ.
We are in Niagara Falls now. See, we'll be in this video. I'll be in this video. Go India, get some subscribers. Yeah, for sure. Already I gave 8 subscribers. ഓ താങ്ക് യു. മുഫാസയുണ്ട് കൂടെ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എത്തിയിരിക്കുവാണ്. നമ്മൾ ആ സ്പോട്ടിൽ പോകാൻ പറ്റിയില്ല. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലയൺസ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ടുണ്ട്. അവിടെ കാണാൻ വേണ്ടിയിട്ട് ലയൺസ് ഹെഡ് എന്നുള്ള സ്ഥലത്ത് വന്നിരിക്കുവാണ്. ബ്രൂസ് ട്രെയിൽ 3.8 total. 3.8 kilometer 3.8 there. kilometers total. We'll go and come back. ഓക്കെ കം ബാക്ക്. നാട്ടിൽ നിന്ന് നമ്മുടെ പൊന്മുടിയിലൊക്കെ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുപോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഏകദേശം 3.8 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെന്നാണ് പറയുന്നത്. എനിവേ എന്തായാലും സെറ്റാണ്. All other uses prohibited. All other uses prohibited. Okay, be careful. If you want to do anything, go home. നെടുമങ്ങാടും ട്രിവാൻഡ്രത്തും കറങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ ഇതാ കാനഡ കാടിനകത്തൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വരാനിരുന്ന സ്ഥലം ഇതൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ ഏത് സ്ഥലമാണ്? ടോബർമോറി. അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ടോബർമോറിയാണ്, പക്ഷേ നമ്മൾ പോവേണ്ട സ്ഥലത്തിലല്ല പോകുന്നത്, വേറെ സ്ഥലത്തിലാണ്. അതെ, അത് ആദ്യ സ്ഥലം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പയ്യൻ ഇതാ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. നമുക്ക് അവനെ വിളിച്ച് ചോദിക്കാം. ലയൺസ് ഹെഡ് പറയുന്നത് അവിടുത്തെ ഒരു ഇത് സ്റ്റാച്ചു അല്ല, ആ ഒരു മൗണ്ടന് ഈ ഒരു ലാൻഡ് സ്പേസിന്റെ ഒരു രൂപമുണ്ട്. ചായ ഓക്കെ, നോക്കാം നമുക്ക്. അമ്മു ഇതാ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മു അവതാറുണ്ടല്ലോ അതിനകത്ത്, അവതാറിൽ പൂ വയ്ക്കുന്നത് പോലെയുണ്ട്. ഒരു നല്ല ഒരു സൂര്യപ്രകാശം ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ്. യെസ്, റീച്ച്ഡ്. അമ്മനെ പിടിച്ചോ. ഈ സൈഡ് നടത്തി. There is one more viewpoint after. Let's go. You're going to second point? Yeah. Hey, see. Go and see. ഇതാണ് ലയൺസ് ഹെഡ്. എനിക്ക് തോന്നുന്നത് അതാണ് തോന്നുന്നത് അല്ലേ ലയൺസ് ഹെഡ് എന്ന് പറഞ്ഞാൽ. ഓ, വേറെ പോണോ അല്ലേ? ഇതൊരു ജസ്റ്റ് ഒരു വ്യൂ പോയിന്റിൽ വന്ന്. മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോകാൻ. ഓക്കെ, ഈ വ്യൂ നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കാണുന്നതിനും അപ്പുറമാണ്. ആ വെള്ളത്തിന്റെ കളറൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയണം, പക്ഷെ അതൊരു ഭയങ്കര രസമാണ്. ഫുള്ള് ബ്ലൂ ആണ് കേട്ടോ, വെള്ളം ഫുള്ള് ബ്ലൂ ആണ്. ഇനി താഴോട്ട് ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പോകാനിരുന്ന സ്പോട്ട് താഴെയാണ്, എന്നാൽ നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. എനിവേ എന്തായാലും ഇനി സമയങ്ങൾ ആവശ്യം പോലെ ഉണ്ടല്ലോ, വരാമല്ലോ. മരങ്ങളിലൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ വഴി കാണിക്കാനുള്ള ഒരു സിമ്പൽ. ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടല്ലേ. ഇതൊരു ഗുണാക്കേവാണെന്ന് തോന്നുന്നു. ഇത് ഗുണാക്കേവാണ്. Yes, we are reached. पीछे वाला ले लो, ठीक है सर?
the same time, your hand touches, it will go down. Yeah, that's what I looked. അപ്പൊ ഫൈനലി നമ്മള് ഇവിടെ എത്തി. ആള് മാറിപ്പോയല്ലേ. അപ്പൊ ഫൈനലി നമ്മള് നമ്മുടെ ലാൻഡ് ഹെഡിലെത്തി. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയല്ല. ഒരു ഫീലിങ്സ് അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. കാര്യം ഇപ്പൊ മണി ഏകദേശം 9 മണിയോളമായി. അപ്പോൾ ഇനിവേ നമ്മൾ തിരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ അമ്മൂന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് ഫുള്ളി ഇരുട്ടി വരികയാണ്. സമയം ഏകദേശം 9 കാലമായിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഇരുട്ട് നമ്മുടെ ഫോണെല്ലാം ഓഫ് ആവാറായി. എല്ലായിടത്തും ചാർജൊക്കെ തീരാറായി. അപ്പോൾ നമ്മളിനി ഏകദേശം ഇനി 1.5 മണിക്കൂർ നടന്നാണ് താഴോട്ട് ഇറങ്ങാനുള്ളത്. തേടുന്നതെന്തിനോ കടലിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. യാത്രയാക്കാതെ ആ ചന്ദ്രൻ വെളിച്ചം തന്നുകൊണ്ടിരിക്കുകയാണ്. സമയം എത്രയായി മീനു? ഒന്ന് കാണിക്കാവോ? ചിലപ്പോൾ ഇവർക്ക് വിശ്വാസം വരില്ല. സമയം ഒന്ന് കാണിക്കാം. ഓക്കെ, എനിവൺ ഫോൺ ഒന്ന് സമയം കാണിച്ചു തന്നെ. 9:20 കണ്ട. ഫുൾ ഡാർക്ക്. So much dark. No, in camera I can't see. മാത്രമേ ഉള്ളൂ. സെറ്റ് എല്ലാവരും ഉണ്ട്. പോയപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച്. കാര്യം നല്ല ഇരുട്ടായി. നല്ല ഇരുട്ടിൽ കൂടെ അമ്മുവും കരച്ചിലായി. ഇങ്ങനെ നമ്മൾ ഈ ഇരുട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കാട്ടിനകത്ത് ഇങ്ങനെ കയറ്റി വിടുമോ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. എപ്പോൾ ആണെങ്കിലും. പക്ഷെ സമയമുണ്ട്. അവിടെ നിന്ന് അത് തന്നെ. ഒരു സിംഹം, ഒരു കടുവ. അല്ല, സിംഹവും കടുവയും കൂടെ ഒരു കാട്ടിനകത്ത് കാണൂല. പിന്നെ ആനയൊന്നും ഉണ്ടാവില്ല അവിടെ. ഇനി എന്തായാലും കാട്ടിനകത്തൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവും. ഒറ്റയ്ക്കെല്ലാം ആയിപ്പോയാൽ തീർന്നു. പിന്നെ ആൾ വടിയാവും. ഇനി എന്തായാലും നമ്മൾ കാടിനകത്തൂടെ വളരെ രാത്രി നടക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്ന് പറയാൻ പറ്റില്ല. ആയിപ്പോയതാണ്. ഇനി എന്തായാലും നമ്മൾ എത്താറായി. ഇനി ഒരു 10 മിനിറ്റിനകത്ത് എത്തും. പക്ഷേ അതിൽ അനക്കങ്ങളോ ചീവിടിൻ്റെ സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഏകദേശം കുറച്ച് സമയം കൂടെ നടന്നാൽ മതി എന്ന് തോന്നണു. നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഇതാ കൂരിരുട്ട്, എങ്ങും ഇരുട്ട്. എന്തായാലും ഒരു ടാസ്ക് ആയിരുന്നല്ലേ. ടാസ്ക് ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അല്ലേ. കാനഡത്തിൽ ആദ്യം. അങ്ങനെ ഫൈനലി നമ്മളിവിടെ വന്ന് എത്തിയിരിക്കുവാണ്. നമ്മുടെ കാറ് കണ്ടു, നമ്മുടെ സ്ഥലം കണ്ടു, എല്ലാം കണ്ടു. വந்தாச்சு വീട്ട് കാറ് വந்தாச்சு. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി വണ്ടി കയറി. കണ്ടല്ലോ. അത് കഴിഞ്ഞിതാ ഫുഡ് തപ്പി ഇറങ്ങി കുറേ സ്ഥലത്ത് നോക്കി. എല്ലായിടത്തും ക്ലോസ് ചെയ്ത്. അങ്ങനെ ഒരിടത്തൊരു ബേക്കറി പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫ്രോസനൊക്കെ മേടിച്ച് ചൂടാക്കിയൊക്കെ സെറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.